ഫെന്നി നയനാനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ മൂന്നാമത്തെ അതിജീവിത രംഗത്ത്. ചാറ്റ് പുറത്തുവിട്ടത് തന്നെ അധിക്ഷേപിക്കാനെന്ന് അതിജീവിതയുടെ ശബ്ദ സന്ദേശം. രാഹുലിനെതിരായുള്ള പരാതികൾ തടയാനാണ് തനിക്കെതിരെ ഫെന്നി വ്യക്തിഹത്യ തുടരുന്നത്. രാഹുലിനോട് സമയം ചോദിച്ചത് വിശദമായി സംസാരിക്കാനാണെന്നും അതിജീവിത വ്യക്തമാക്കി. എന്നെ അധിക്ഷേപിക്കണം, വ്യക്തിഹത്യ നടത്തണം, സ്ലട്ട് ഷെയിം ചെയ്യണം, സൈബർ ബുള്ളിയിങ് നടത്തണം. ഇനി മുന്നോട്ട് വരാനിരിക്കുന്ന കുട്ടികളെയും കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പെൺകുട്ടികളെയും എല്ലാവരെയും ഇതൊന്ന് കാണിച്ച് പേടിപ്പിക്കണം, നിശബ്ദതയിലാക്കണം എന്നുദ്ദേശിച്ചുകൊണ്ട് മാത്രം ഫെന്നിനെ ഞാൻ പുറത്തു വിട്ടിരുന്ന കുറച്ച് സ്ക്രീൻഷോട്ടുകളും പോസ്റ്ററുകളും വളരെ ലേറ്റായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി തരണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫെന്നിയെ ഞാൻ പരിചയപ്പെടുന്നത് 2024 ജൂലൈയിലാണ്. അന്ന് തൊട്ട് 2025 നവംബർ വരെ ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. എനിക്ക് ഫെനി ഒരു കുഞ്ഞ് അനിയനെ പോലെയാണ് കണ്ടുകൊണ്ടിരുന്നത്. എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് 2024 മെയ് മാസത്തിലാണ്. എനിക്ക് മിസ്കാരേജ് ആയതാണ്. ഒരു മനുഷ്യനെ എത്രത്തോളം ട്രോമയിലാക്കി സ്ട്രെസ് തന്ന് സ്ട്രെയിൻ തന്ന് വേദനിപ്പിക്കാവോ അതെല്ലാം ചെയ്തിട്ട് തന്നെയാണ് എനിക്കെൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മോശമായിട്ടുള്ളൊരവസ്ഥയിലൂടെ കടന്നു പോകുമായിരുന്നു. ഫിസിക്കലി, മെൻ്റലി, ഇമോഷണലി, ഫിനാൻഷ്യലി.